സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ അരാജകത്വമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ഇവരെ താഴെയിറക്കാൻ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഉണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. UDFന്റെ തൃശൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കൽ പിണറായി സർക്കാരിന്റെ അജണ്ടയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തെ കലക്കാൻ ഗൂഢാലോചന നടത്തി മുന്നോട്ട് പോയ ഭരണകൂടമാണ് ഇത്. പൂരം കലക്കൽ സർക്കാരിന്റെ അജണ്ടയായിരുന്നു. കേരളത്തിലെ ക്രമസമാധാനം തകർത്ത സർക്കാർ കുറ്റവാളികളുടെയും മാഫിയ തലവന്മാരുടെയും രക്ഷാധികാരികളായി മാറി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് കടലാസിന്റെ വില പോലും നൽകാതെ മദ്യലോബിക്ക് ഒത്താശ ചെയ്തു. ഇങ്ങനെ ജനദ്രോഹ നടപടികളിലൂടെ അധികാരം ദുർവിനിയോഗം ചെയ്ത LDF സർക്കാർ സർവ്വരംഗത്തും സർവനാശമാണ് സൃഷ്ടിച്ചത്. സർവനാശത്തിലേക്കാണ് കേരളം പോകുന്നത്. അരാജകത്വമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. ഈ ജനവിരുദ്ധ സർക്കാരിൽ നിന്നൊരു മോചനം ജനം തീവ്രമായി ആഗ്രഹിക്കുന്നു. ജനതാൽപര്യം സംരക്ഷിക്കാൻ ഒരു ദിവസം മുൻപെയെങ്കിലും ഈ സർക്കാരിനെ താഴെയിറക്കണമെന്ന് സുധീരൻ പറഞ്ഞു. ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്ന് ദുഃഖിക്കുകയാണ്. സാമാന്യ ജനങ്ങൾ സർക്കാരിനെതിരാണ്, സർക്കാരിനെ താഴെയിറക്കണമെന്ന് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഈ സർക്കാരിനെ താഴെയിറക്കുന്നതിൽ അവരും പങ്കാളികളാകും. അവരും അവരുടേതായ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പലരുമായി അന്തർധാരയുണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒന്നും ഫലം കാണില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയിലൂടെ നല്ലൊരു ഭരണം ജനങ്ങൾക്കായി നടത്താൻ UDFന് കഴിയുമെന്നും അഭിപ്രായപ്പെട്ടു. 1 വർഷം 9 മാസം മേയറായിരുന്ന തൃശൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രാജൻ ജെ പല്ലനെന്നും UDF തൃശൂരിൽ വിജയിക്കുമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.